ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? വറാത്തെല്ലാം വന്നു, ഇതാ നോമ്പ് അടുത്തോണ്ട് വരുന്നുണ്ട്. ഇപ്പം നോമ്പിൻ്റെ ഒരുക്കെല്ലാം നിങ്ങളെല്ലാം തുടങ്ങിയ മക്കളെ. ഞങ്ങൾക്ക് തുടങ്ങാൻ സമയമേ കിട്ടിയിട്ടില്ല. അപ്പം അതിന് മുന്നേ ഇപ്പോൾ ബറാത്തും അടുത്തോണ്ട് വന്ന്. ഇപ്പോൾ ബറാത്തിനൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പം അതിന് വേണ്ടി ഞാൻ നല്ല അടിപൊളി സ്പെഷ്യലായിട്ട് റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തെന്ന്. നമ്മളെ കാസർഗോട്ടുകാർക്ക് മധുരം കൊണ്ട് അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവേ ഇല്ല. ആ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നതിനായിട്ട് മുന്നേ തന്നെ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിന്. ഇനി വേണ്ടത് അരിപ്പൊടി. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിന്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അരിപ്പൊടി. പത്തിരി അതേപോലെ ഇടിയപ്പലം ചുടുന്ന പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ കുഴച്ചിട്ട് എടുത്തിന്. ഇനി കുഞ്ഞി ബോൾസ് ആക്കിയിട്ട് എടുക്കണം, അതായത് ഉണ്ടയാക്കിയിട്ട് എടുക്കണം. ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറിയ മുട്ട മണിങ്ങയില്ലേ, ഇത് അത്രയ്ക്കുള്ള ഒരു കുഞ്ഞു ഉണ്ടയാക്കി എടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ തന്നെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഉണ്ടാക്കിയതെല്ലാം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കണം. ഇതാ ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ ട്രിപ്പ് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് എന്താക്കണം, നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. മീഡിയം തീയിൽ 20 മുതൽ 25 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. ഞാനിവിടെ 1/2 കിലോ ബെല്ലം ചെറിയ പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ആകെ 1/2 കപ്പ് വെള്ളം, കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഈ ബെല്ലെല്ലാം ഒന്ന് അലിയിച്ചിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ എല്ലാം 250 ml മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവാണ് പറയുന്നത്. ഇനി മെൽറ്റായിട്ടാകുമ്പോൾ ഇത് മാറ്റിയിട്ട് അരിച്ചിട്ട് വെക്കണം. പിന്നെ വേണ്ടത് ചെറുപയർ, അതായത് പച്ചപ്പയർ. അതും 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് എടുത്തിട്ട് കൈയിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ആറാൻ വെക്കണം. കുറേ കുതിർത്തിട്ടൊന്നും വെച്ചാറുണ്ട. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വറുത്തിട്ടെടുക്കണം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു മണം വരണം, ഒരു മൂത്ത മണം. അത്രയാകുമ്പോൾ ഇതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കണം, അതായത് സാഗുനരി. അതും 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തന്നെ ഞാൻ എടുത്തിന്. അതും കൈയിട്ട് അപ്പം തന്നെ വെള്ളം ഊറാൻ വെക്കണം. അതും ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം വറുത്തതായതുകൊണ്ട് തിളച്ച വെള്ളം 4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഞാനിവിടെ ഒരു 4 വിസിലിട്ട് കൊടുത്ത് 4 വിസിൽ കഴിഞ്ഞിട്ട് സ്റ്റീമെല്ലാം മാറിയിട്ടാകുമ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്ക് ഇനിയും കുറച്ച് വേകാനുണ്ട്. ഇത് നല്ലപോലെ വെന്തിട്ടില്ല. ഇനി നമുക്ക് എന്താക്കാം, വീണ്ടും ഇതിനെ വേവിച്ചിട്ടെടുക്കണം. പിന്നെ മക്കളെ കുറേ വെന്തിട്ട് കുഴഞ്ഞ പോലെ ആയിപ്പോണ്ട, അപ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇനി അതും നമുക്കവിടെ മാറ്റിയിട്ട് വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് മുന്തിരിങ്ങ, ഇതെല്ലാം ഞാനിവിടെ മൂപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും കണക്കളവില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം മക്കളെ അത്ര ഇട്ട് കൊടുക്കുക. ഇനി തേങ്ങ ലൈറ്റ് ഗോൾഡ് കളറാകുമ്പോൾ ഞാൻ എടുത്തിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പോലെ പൊന്ന് കളറാകുന്ന പോലെയും വറുത്തിട്ടെടുക്കുക. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴം, 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ നോക്കിയിട്ട് എടുക്കണം. പച്ചയാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടില്ല, അത്ര മധുരം കിട്ടില്ല. ഇപ്പോൾ പച്ചപ്പയറെല്ലാം നല്ല പോലെ വെന്തിട്ട് സ്റ്റീമെല്ലാം പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. കണ്ടല്ലേ, അത് ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞ പോലെ ആയിട്ടില്ല, നല്ല ഒറ്റ തന്നെ ഉണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് എന്താക്കണം എന്ന് പറഞ്ഞെങ്കിൽ ബെല്ലം അരിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നല്ല പോലെ തീയിലിട്ട് ഇളക്കണം. ഫുള്ള് തീയിലിപ്പോൾ ഉള്ളത് ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നല്ല പോലെ ഇങ്ങനെ വഴറ്റിയിട്ട് എടുത്തെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കിട്ടും. കാസർഗോട്ടുകാർ ചക്കര കഞ്ഞി, ഉണ്ടലിക്കം, പിന്നെ ഗോതമ്പത്തിൻ്റെ കഞ്ഞി, അങ്ങനെ പലതും ബറാത്തിന് ഉണ്ടാക്കലുണ്ട്. ഈ ഒരു ബറാത്തിന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഭയങ്കര ടേസ്റ്റും അതെ, നമുക്ക് ഹെൽത്തിയും അതെ. ആരോഗ്യം നോക്കുന്ന ആൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടലിക്കം ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അരിപ്പൊടിയും അതേപോലെ തന്നെ പച്ചപ്പയറും ചവ്വരിയും എല്ലാം ഒരേ കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബെല്ലമാണ് എടുത്തത്, 2 നേന്ത്രപ്പഴം. ഇത്രയും ആണ് ഓർമ്മിച്ചിട്ട് വെക്കുക. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ വഴന്ന് വരണം. വഴറ്റിയെടുക്കും പോലെ ഇനി ടേസ്റ്റ് കൂടും. ഇനി നല്ല പോലെ വഴന്ന് വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കണം. ഇനിയും കുറച്ച് സമയം, ഇനി കുറേ സമയമൊന്നും വേണമെന്നില്ല. ഈ ബലത്തിൽ ഈ ബേക്ക ഒന്ന് കുതിർന്നിട്ട് വരണം.
ഇതാ അത്രയും സമയം കണ്ടല്ലോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ല ഒന്ന് കുടിച്ചിടാന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നെങ്കിൽ ഇത് കഴിച്ചിട്ടാകുമ്പോൾ ടേസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ. പിന്നെ വേണ്ടത് ഇതിലേക്ക് പാൽ. ഞാൻ പശുവിൻ്റെ പാലാണ് ഒഴിച്ചു കൊടുത്തത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് പശുവിൻ്റെ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാൻ്റെ പാലും ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുന്നെങ്കിൽ 1.5 തേങ്ങ, അതായത് 3 മുറി തേങ്ങാൻ്റെ പാൽ നല്ല കട്ടിക്ക് തന്നെ എടുക്കണം, കുറേ ലൂസാക്കിയിട്ട് എടുക്കണ്ട. പിന്നെ 4-5 ഏലക്ക ചതച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാ കൊത്തലുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് പാലെല്ലാം നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇത്ര തന്നെ പണിയുള്ളത്. ഭയങ്കര ടേസ്റ്റ് മക്കളെ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിൽ ഇനി ബാറാത്തിനൊന്നല്ല, ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിട്ട് കഴിക്കും. അത്ര അടിപൊളി ടേസ്റ്റ് തന്നെ. ആരോഗ്യപരമായിട്ടും ടേസ്റ്റ് പരമായിട്ടും എല്ലാം മുന്നിൽ നിൽക്കുന്ന അടിപൊളി റെസിപ്പി തന്നെ ഇത്. വെറൈറ്റി ആഗ്രഹിക്കുന്ന കാസർഗോട്ടാറും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ നാട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഞാൻ കുറച്ചിതാ കാഷ്യൂനട്ട് മുകളിൽ വീണ്ടും വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയിക്കുകയും വേണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഇപ്പം തന്നെ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി ഇട്ട്, പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചങ്ങായിമാർക്കും അതേപോലെ തന്നെ കുടുംബക്കാർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ടും കൂടി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.